ഇന്ന് നമ്മളിവിടെ മുളപ്പിച്ച ചെറുപയർ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കറി നമുക്ക് ചപ്പാത്തിക്കും നാൻ, പൊറോട്ട, ഗീ റൈസ് ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. കറി ഉണ്ടാക്കുന്നതിന് 2 ദിവസം മുന്നേ നമ്മൾ ചെറുപയർ കുതിരാനായി വെക്കണം. പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ വെള്ളം മാറ്റി കളഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് തന്നെ മുളകൾ വന്നു തുടങ്ങും. ഞാൻ ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് ഞാൻ ഈ കറി വെക്കുന്നത്. ഒരു പാനിലേക്ക് ചെറുപയർ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും, ഒരു 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിത് വേവിക്കാനായി വെക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മൂടി വെച്ചാണ് ഇത് വേവിക്കുന്നത്. ഇത് കുക്കറിൽ വേവിക്കുന്നതിലും ഇതുപോലെ മൂടി വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മസാല റെഡിയാക്കാം. പാൻ ചൂടാകുമ്പം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി 3 എരിവുള്ള മുളകും 2 കാശ്മീരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടി നമുക്ക് ആദ്യം മാറ്റി വെക്കണം. മറ്റ് മസാലകളുടെ കൂടെ വാട്ടിയാൽ ചിലപ്പോൾ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വാട്ടിയെടുക്കുന്നത്. ഇനി ഇപ്പോൾ ഇത് മുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാനിലേക്ക് 1 സ്പൂൺ മല്ലി, 2 വെളുത്തുള്ളി അല്ലി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മല്ലി ഒന്ന് പൊട്ടി തുടങ്ങുമ്പം നമ്മൾക്കിത് കോരി മാറ്റാം. ഇനി 1 കപ്പ് തേങ്ങ ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയുടെ ഒക്കെ കൂട്ടിച്ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കാം. നല്ല സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താണ്. ചെറുപയർ ഒരിക്കലും വെന്ത് ഉടയാൻ പാടില്ല. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതാ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ വെന്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇപ്പോഴത്തെ ഈ മസാലയൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയും മല്ലിയിലയാണ്. ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇത് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറിയിലുള്ള എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.